കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ഈ 2025 ആണ്ട് ജനുവരി മാസം 1-ാം തീയതി ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നിങ്ങളുമായിട്ട് തിരുവചനത്തിലൂടെ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ പരിപാലിക്കുകയും ഒരു പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി നൽകുകയും ചെയ്തു. ഈ വർഷം വിശ്വസ്തയോടും ദൈവകൃപയോടും ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും മനസാക്ഷിയുള്ളവരായിട്ട് നല്ല മനസാക്ഷിയുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ പുതുപുത്തൻ നന്മകളും അനുഗ്രഹങ്ങളും പുതിയ ശുശ്രൂഷാതലങ്ങളും ആത്മീക ഭൗതിക മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം നമുക്ക് എവർക്ക് പരിചിതമാണ്. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി, അത്ഭുതങ്ങളുടെയല്ല, അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്ത ഒരു ദൈവപ്രവൃത്തി. 3 തലത്തിലാണ് വേദപുസ്തകത്തിൽ ദൈവപ്രവൃത്തികളെ വിശദീകരിച്ചിരിക്കുന്നത്. 1 അടയാളം, 2 അത്ഭുതം, 3 വീര്യപ്രവർത്തികൾ. അടയാളങ്ങളെന്ന് പറഞ്ഞാൽ അടയാളം തന്നെ നമുക്കിവിടെ കാണാം. പച്ചവെള്ളത്തെ എന്ത് ചെയ്യുന്നു? വീഞ്ഞാക്കുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്തുവാ? മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതും ദൈവാശ്രയത്തോടെ ചെയ്യുന്നതുമായ പ്രവൃത്തിക്കാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ പ്രത്യക്ഷമായാൽ ആ മുഴ സർജറിയിലൂടെ അത് മാറിപ്പോകും. എന്നാൽ ആ വ്യക്തി അതിലേക്ക് മൂവ് ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ഒരു ദൈവിക വിടുതലിനായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു നന്മ, അങ്ങനെ ഒരു വിടുതൽ പ്രാപിച്ചാൽ അതിൻ്റെ പേരാണ് അത്ഭുതം. എന്നാൽ വീര്യപ്രവൃത്തിയുണ്ട്. എന്താ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്? അത് വേറൊരു തലമാണ്. ഒരു മനുഷ്യനും ഒരു കാരണവശാൽ ചെയ്യാൻ കഴിയാത്തതും ദൈവത്താൽ മാത്രം സാധ്യമാകുന്നതുമായ പ്രവൃത്തിയാണ് വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ, അതാണിത്. ഇത് 3 തലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ദൈവം ചെയ്ത അടയാളങ്ങളുടെ ആരംഭമായെന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. ഈ പ്രവൃത്തി നടന്നതിന് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ പ്രവൃത്തിയിലേക്ക് പോകാൻ കാരണമായ സാഹചര്യം, ഇവിടെ വീഞ്ഞ് തീരുന്നുണ്ട്. മറിയ, യേശുവിൻ്റെ അമ്മ മറിയ അത് അറിയുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ എന്തെങ്കിലും ചെയ്യും, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. യേശു പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അർത്ഥം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പല ദൈവപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് ലഭ്യമാകാറില്ല. അതിൻ്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നല്ല, പ്രവർത്തിക്കത്തില്ലെന്നുമല്ല. ദൈവം പ്രവർത്തിക്കും, അതിന് സമയം ആയിട്ടില്ല. ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. ഈ വർഷം നിങ്ങളുടെ സമയമാണ്. ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ ഇനിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നതിന് കാരണമാകട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടത്തക്ക രീതിയിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുവരെ ആയിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം, അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയുള്ള ഉണ്ടായിരുന്നവരെ വിളിച്ചു നിർത്തി ഇങ്ങനെ പറയുകയാണ്, കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ. അതിനെ സ്തോത്രം വീഞ്ഞാക്കി കൺവെർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന പോലും നടക്കുന്നില്ല. അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആ വീഞ്ഞുകൊണ്ട് വിരുന്ന് വാഴിക്ക് കൊടുപ്പീൻ എന്ന് പറയുന്ന വാക്കുകൾക്കകത്ത് വ്യാപരിച്ച ഒരു ദൈവശക്തി. ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് അടുത്ത നിമിഷം, അടുത്ത സെക്കൻഡ് ഒരു ദൈവപ്രവൃത്തി ചലിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, 2024 എൻ്റെ ജീവിതത്തിൽ വിടുതലുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ കാത്തിരുന്നൊരു വർഷമായിരിക്കാം. എന്നാൽ ഈ പുതിയ വർഷത്തിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് യഹോവയുടെ കരം, ദൈവകരം, യേശു കർത്താവിൻ്റെ നാമം ആ വിഷയത്തിൽ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. ഈ പുതിയ വർഷത്തിൽ പുത്തൻ നന്മകൾ കാണുവാൻ കർത്താവ് ഇടവരുത്തിയാണ്. സ്വർഗം അത്ഭുതം ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.